കുറെ ദൂരേനാ. തിരുമേനി ഒന്ന് കാണണം അത്യാവശ്യമായിട്ട്. എന്താ കാര്യം? ഒരു രോഗിയും കൊണ്ടുവന്നതാ. ചൊവ്വയും വെള്ളിയും തിരുമേനി രോഗികളെ പരിശോധിക്കില്ല, മടങ്ങിപ്പോക്കോളൂ. അയ്യോ അങ്ങനെ പറയരുത്. അത്യാസന്റെ നിലയിൽപ്പെട്ട ഒരാളെ വണ്ടി കിടക്കണം. അത്ര അത്യാസന്ന നിലയിലുള്ള ആളാച്ചാ ഞാൻ പരിശോധിക്കാം. എന്താ? നമ്മളാരെ മനസ്സിലായില്ല. എന്നെ പറ്റി കേട്ടിട്ടില്ല? മാനവേദൻ നമ്പൂരി മേഴത്തൂർ മടന്ന് കേട്ടിട്ടില്ല? എന്നാ കേട്ടോളൂ. മേഴത്തൂർ പരമേശ്വരൻ നമ്പൂരിയുടെ പ്രഥമ ശിഷ്യനും വലം കയ്യുമാണ് ഈ ഞാൻ. സംസാരിച്ച് നിൽക്കാൻ നേരല്ല സഹോദര. ഒരാൾ മരണവേദന സഹിച്ച് കിടക്കാണ് വണ്ടിയില്. നിങ്ങളോടൊക്കെ ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത്? തിരുമേനി ഇന്ന് രോഗികളെ പരിശോധിക്കില്ല എന്ന്. കുഴപ്പമുണ്ടാക്കാനല്ല നമ്മൾ വന്നത്. നമുക്ക് തിരുമേനിയെ കാണാം. തിരുമേനി ഒന്ന് വന്നിരിക്കണു. തിരുമേനി ഞങ്ങൾ ഒരുപാട് ദൂരെ നിന്ന് വരിക, അപകടത്തിൽപ്പെട്ട ഒരാളെയും കൊണ്ട്. ഇന്ന് പറ്റില്ല. കാല് പിടിക്കാൻ തിരുമേനി ഞങ്ങള് മടക്കി അയക്കരുത്. മഹാനായ ഒരു കലാകാരനും കൊണ്ടാ ഞങ്ങൾ വന്നിരിക്കണേ. ആരാണ്ടോ ആ മഹാൻ? പല്ലാവൂർ ദേവനാരായണൻ. പല്ലാവൂർ ദേവനാരായണൻ എവിടെ? വേണ്ട, ഉണർത്തണ്ട. കൈ മുറിക്കണമെന്ന് പറഞ്ഞപ്പോ ഈശ്വരൻ തോന്നിച്ചത് അങ്ങോട്ട് കൊണ്ടുവരാൻ. കൈ മുറിക്കേ? ഏത് മഹാഭാവിയാടോ പറഞ്ഞത്? താളകലയുടെ പ്രജാപതിക്ക് വജ്രായത് എന്താടോ കയ്യ്? മേഴത്തൂർ രുദ്രധന്വന്തരി കടാക്ഷിച്ചാൽ 21 ദിവസത്തെ ചികിത്സ കൊണ്ട് രോഗം മാറ്റി 10 നാഴിക നേരം ഈ വീട്ടുമുറ്റത്ത് നിർത്തി തായമ്പക കൊട്ടിച്ചിട്ട് ഈ മഹാത്മാവിനെ ഞാൻ മടക്കി അയക്കും. ബ്രഹ്മദത്ത, ചാർത്ത് എഴുതരാം. ഔഷധപ്പരയിൽ കഷായങ്ങൾ എണ്ണയും കുഴമ്പും ഒക്കെ തയ്യാറാവട്ടെ. എല്ലാത്തിനും ബ്രഹ്മദത്തിന്റെ ഒരു ശ്രദ്ധ വേണം. മാനവേദ, തെക്കേ പടിപ്പുര ഒരുങ്ങട്ടെ ഈ പല്ലാവൂരപ്പന്. അഷ്ടദിക്കും കൊട്ടി തകർക്കുന്ന ഈ താണ്ഡവമൂർത്തിക്ക്. എന്താ ദേവനാരായണന്റെ നക്ഷത്രം? വിശാഖം. വിശാഖം. മാനവേദ, സുധർമ്മനോട് പറഞ്ഞ് മേഴത്തൂർ ഭഗവതിക്ക് പല്ലാവൂർ ദേവനാരായണന്റെ പേരില് ഒരു മൃത്യുഞ്ജയ ഹോമം നടത്തണം വിശാഖ നക്ഷത്രത്തില്. സഹായിയായിട്ട് ആരെങ്കിലും ഒരാൾ ഇവിടെ നിന്നാ മതി. പല്ലാവൂർ ദേവനാരായണൻ ഒരു രോഗിയായിട്ടല്ല, ഒരു അതിഥിയായിട്ടാണ് ഇവിടെ എത്തിയിരിക്കണേ. അതൊക്കെ ഇറക്കി ആ പടിപ്പുരയിലേക്ക് കിടത്തിക്കോളൂ. ഒരു കാര്യം പറഞ്ഞാ തെറ്റാവോന്നൊരു പേടി. പറഞ്ഞോളൂ. എനിക്കും തിരുമേനിയെ പോലെ ഒരു വലിയ വൈദ്യരാകണം. മുന്നിൽ വന്നിരിക്കുന്ന രോഗികളെയൊക്കെ ചികിത്സിച്ച് രോഗം മാറ്റി ഒരു ദിവസമെങ്കിലും എനിക്കൊരു വൈദ്യരാകണം. മാനവേദ, ആയുർവേദം എന്ന് പറഞ്ഞ ഒരു ശാസ്ത്ര, അത് പഠിക്കാൻ വിവേക ബുദ്ധി വേണമല്ലോ. ഈശ്വര സഹായിച്ചിട്ട് അത് തീരെ ഇല്ലാലോ നിനക്ക്. ശിവ ശിവ, ഇതായിപ്പോ നന്നായ. എന്താ ഉറങ്ങിയില്ലേ? ഉറക്കം വരണില്ല. ശരീരാസകലം നല്ല വേദനയുണ്ട്. ഒരിക്കലും വീഴാത്തതിലല്ല ദേവാമഹത്വം, വീഴുമ്പോഴൊക്കെ എഴുന്നേക്കുന്നതിലാ. ഹൃദയം ചൂണ്ടിക്കാണിച്ച വഴിക്ക് എത്രയും കാലം നടന്നിട്ടുണ്ട്. ധർമാധർമ്മ വിചാരം നടത്തിയിട്ടില്ല. അതിന്റെ ശിക്ഷ ഇതാണെങ്കിൽ അനുഭവിക്കുക തന്നെ. കിടന്നോളൂ, പുലർച്ചയ്ക്ക് എഴുന്നേക്കാനുള്ളതാ. കുമാര, എന്തൊരു തേജസ്സാണ് മുഖത്ത്. ആലങ്കോടം പറഞ്ഞത് ശരി തന്നെ. രുദ്രധന്വന്തരി മൂർത്തി തന്നെ. നീ ആ കടങ്ങളടക്കി കിടന്നു നോക്കാം. ശിവ ശിവ, ആയുഷ്കാലം മുഴുവൻ സൽക്കർമ്മങ്ങളെ ചെയ്യുമെന്ന് ശഠിച്ച എന്റെ വിധി. എല്ലാം ഉണ്ടായിട്ടും ജീവിതത്തിൽ അനാഥത്തെ അനുഭവിക്കുക. ഭാര്യ നേരത്തെ മരിച്ചു. ഒരു സന്നിപാത ജ്വരം ഉണ്ടായിരുന്ന ഒരേ ഒരു മകളെയും കൊണ്ടുപോയി. പോകുമ്പോ
എന്റെ മോൾ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയ മുത്ത ഈ സീതാലക്ഷ്മി. ദുഃഖം എന്താന്നറിയാണ്ട ഞാൻ അവളെ വളർത്തിയത്. ദേവനറിയോ, വിദുഷിയാണ് അവള്. സംഗീതം, സാഹിത്യം, നൃത്തം എല്ലാം എന്റെ കുട്ടിക്കറിയാം. എന്തുണ്ടായിട്ടെന്താ ഫലം? ഇടയ്ക്കിടയ്ക്കൊരു വിഭ്രമം, മനസ്സിന്റെ ഒരു താളം തെറ്റല്. അതോടെ എല്ലാം കൈവിട്ടു പോകും. ചികിത്സയൊന്നും അഷ്ടാംഗ ഹൃദയത്തിലും ചരക സംഹിതയിലും ഇത്ര സങ്കീർണമായ രോഗത്തെക്കുറിച്ച് വിശദീകരണങ്ങളൊന്നുമില്ല. തോറ്റുപോടൂ ദേവനാരായണ ഞാൻ അവളുടെ ചിത്തഭ്രമത്തിന്റെ മുന്നിൽ. മഹാനായ അങ്ങ് തോറ്റുപോവേ. ജഗദീശ്വരന്റെ മുന്നില് ഈ ഞാൻ ആര് ദേവനാരായണ? എങ്ങനെയുണ്ട്? ഉറങ്ങി. അസ്യം ചെയ്തോ? ഉവ്വ. നാ സുഖമായിട്ട് ഉറങ്ങട്ടെ. പ്രളയം കഴിഞ്ഞുണരുന്നൊരു പ്രപഞ്ചം പോലെ എല്ലാ ഊർജവും ആവാഹിച്ചായിരിക്കും നാളെ അവൾ ഉണരാൻ പോണത്. ആ, ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേക്കാനുള്ളതാ. ദേവൻ പോയി കിടന്നോളൂ. കളരി അഭ്യസിച്ചിട്ടുണ്ടോ നിങ്ങള്? അല്ല, ശരീരത്തിന്റെ ഒരു കിടപ്പ് കണ്ടിട്ട് ചോദിച്ചതാ. ഭഗവതി, ചികിത്സാ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവാം. ഉവ്വ. ദേവനാരായണനെ മേഴത്തൂർ ഭഗവതി ഏറ്റെടുത്തു കഴിഞ്ഞു. ഇനി ധൈര്യമായിട്ട് വരിക. എവിടേക്കാ? ഞാനും കൂടി. അവിടെ മറ്റാർക്കും പ്രവേശനമില്ല. ആയിക്കോട്ടെ. ആ, വരിക. അമ്മേ, ഇരിക്കുക. ആദ്യം ഈ ജീർണ വസ്ത്രം അങ്ങോട്ട് അഴിച്ചു മാറ്റാം. മാനവേദ, കണ്ണടച്ചോളൂ കേട്ടോ. താനെന്താണോ വെടികൊണ്ട കഴുകനെ പോലെ നടക്കണേ? അല്ല, അതാരാ അവിടെ നൃത്തം ചെയ്യുന്നത്? കലാമണ്ഡലം പാറക്കുട്ടിയമ്മ. അങ്ങനെ വരട്ടെ. ആ താളം കേട്ടപ്പോഴേ തോന്നി. എന്താ കാണണോ എനിക്ക്? ഏയ്, വെറുതെ ചോദിച്ചു. ഇവിടെ അങ്ങനെ വെറുതെ ഓരോ വിട്ടിത്തരങ്ങൾ ചോദിക്കണ്ട. ചോദിക്കാൻ പാടില്ലല്ലേ? പിന്നെ അത്ര നിർബന്ധാച്ചാ പറയാം. അത് ഇവിടത്തെ കുഞ്ഞ സീതാലക്ഷ്മി. അയ്യോ, അപ്പൊ ഇന്നലെ രാത്രി ആ കുട്ടിയല്ലേ? അതൊന്നും അവിടെ ഒരു വിഷയമല്ല. ഇന്നലെ ഉന്മാദം, ഇന്ന് നൃത്തം, നാളെ ഹരികഥാ കാലക്ഷേപം. ഓരോ ദിവസവും ഓരോ പ്രകൃത. ഇനിയിപ്പോ മേഴത്തൂർ മഠം തലകീഴായി നിന്നും തന്നെ ഇങ്ങോട്ട് വിചാരിക്കുക. നിർത്തില്ല ആ കുട്ടി നൃത്ത സാധകം. ഇതങ്ങോട്ട് സേവിക്കില്ല. രോഗിയുടെ കൂടെ നിൽക്കുന്ന ആളെ കഷായം സേവിക്കണോ? തനിക്കല്ലോ ശുംഭ. ദേവനാരായണൻ എവിടുന്ന് കിട്ടിയ ആ മഹാമനുഷ്യൻ ഇങ്ങനൊരു വിദ്യയെ? അതെങ്ങനെയാ തിരുമേനി? ഏത് കാലത്തും ഏത് മഹാപണ്ഡിതന്റെയും കൂടെ ഒരു വിധി ഉണ്ടാവും. ഉണ്ടാവുമല്ലോ. ഇവിടെ വൈദ്യമഠം തിരുമേനിയുടെ കൂടെ താങ്കളില്ലേ? അതുപോലെ തന്നെ. ആരാ മുനി മനസ്സിൽ കണ്ടത്?
സീതാലക്ഷ്മി മുദ്രയും ആവാഹിക്ക. ലക്ഷണശാസ്ത്രം ഇത്ര വിദഗ്ധമായിട്ട് പ്രയോഗിക്കുന്ന മറ്റൊരു കുട്ടി എന്റെ ശിക്ഷണത്തിലില്ല. ക്ഷീണമുണ്ടോ എന്റെ കുട്ടിക്ക്? ഇല്ല ഓപ്പോളെ, ഇത് ആദ്യമായിട്ടാണോ ഞാൻ? വയ്യാണ്ടിരിക്കുന്ന കുട്ടിയാണെന്നുള്ള വിചാരം ഇല്ലെന്ന് വെച്ചാ എന്താ ചെയ്യാ? വെറുതെ ഇരിക്കുമ്പോഴേ എനിക്ക് വയ്യായ്ക തോന്നാ.